ഓം ഭുവനേശ്വരേ നമ. ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പദ്ധതിയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ശുഭ കാര്യങ്ങൾക്ക് വേണ്ടി ശകുനം നമ്മൾ നോക്കേണ്ടത് അനിവാര്യമാണ്. ഈ ശകുനം നോക്കുമ്പോൾ ശുഭമായുള്ള ഫലം ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ശുഭകാര്യങ്ങൾക്ക് വേണ്ടി, പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി, മംഗളകരമായ കർമ്മങ്ങൾക്ക് വേണ്ടി, യാത്രകൾക്ക് വേണ്ടിയൊക്കെയാണ് നമ്മൾ സാധാരണ ശകുനം നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ശുഭാശുഭ ഫലങ്ങളുടെ ഒരു നിമിത്തമാണ്, പ്രകൃതി നമുക്ക് തരുന്ന ഒരു നിമിത്ത ഫലമാണ് ശകുനം എന്ന് പറയുന്നത്. ഈശ്വരനായിട്ട് നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുതരുന്നതാണ് ഈ ശകുനം എന്ന് പറയുന്നത്. തീർച്ചയായും ആ ദൈനംദിന കാര്യങ്ങളിൽ നമ്മൾ നോക്കേണ്ടതില്ല എന്ന് പറയെങ്കിൽ പോലും നമ്മുടെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ശുഭകർമ്മങ്ങൾക്ക് വേണ്ടി ഏത് സമയം നമ്മൾ ഇറങ്ങിയാലും തീർച്ചയായും നമ്മൾ ശകുനം നോക്കേണ്ടത് അനിവാര്യമാണ്. ശകുനം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ കാണുന്ന ഒരു നിമിത്തം തീർച്ചയായും അത് മുൻപോട്ടുള്ളൊരു സൽഗതിക്കായാലും മോശമായ ഗതിക്കായാലും അത് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ കഴിക്കേണ്ടതും അനിവാര്യമാണ്. ശുഭകർമ്മങ്ങളാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് കുറച്ചുകൂടെ എനർജറ്റിക് ആയിരിക്കും, നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നടക്കും. ഇനി മോശമായൊരു ഫലമാണ് അതിന്റെ പരിഹാരങ്ങൾ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ആദ്യമായി ശുഭകർമ്മങ്ങൾ കാണേണ്ടത് എന്തൊക്കെയാണ്? നമ്മളൊരു നിമിത്തം ദൈനംദിന കാര്യങ്ങളോ അല്ലാതെയോ ശുഭകർമ്മങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ യാത്രാ മധ്യത്തിൽ അല്ലെങ്കിൽ യാത്രയ്ക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ കാണേണ്ടതുള്ള ശുഭഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സംഗീത ഉപകരണങ്ങൾ നമ്മൾ കാണുന്നത്, അതിന്റെ നാദം കേൾക്കുന്നത് വളരെ നല്ല ഫലമാണ്. അതുപോലെ തന്നെ മഞ്ഞള്, തൈര്, കരിമ്പ്, കറുകപ്പുല്ല് ഇവ കൊണ്ടുവരുന്നത് കാണുന്നത്, ശുദ്ധമായിട്ടുള്ള വെള്ളം കൊണ്ടുവരുന്നത്, സ്ത്രീ കുടത്തിലെ വെള്ളം എടുത്തുള്ള പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വരുന്നത് വളരെ നല്ല ഫലമാണ്. അതുപോലെ പാത്രങ്ങൾ കൊണ്ടുപോകുന്നത് വളരെ നല്ലതാണ്. പുഷ്പം കാണുന്നത് വളരെ നല്ലതാണ്. വിളക്ക് കാണുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ കുടക്കാരൻ, നമ്മൾ പണ്ട് കുട നെയ്യാൻ വേണ്ടി ആൾക്കാർ വീട്ടിൽ നെയ്യും. ഇപ്പൊ അങ്ങനെ വളരെ കുറവാണ്. അങ്ങനെ നമ്മൾ പാഴായി കഴിഞ്ഞ് നമ്മൾ എടുത്ത് കളഞ്ഞ് വെച്ച് ഡിസ്പോസ് ചെയ്തിട്ട് നമ്മൾ പുതിയ ഒരെണ്ണം വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ പണ്ട് കാലത്ത് നമ്മൾ കുടക്കാരൻ, കുട നന്നാക്കാൻ വേണ്ടി ആൾക്കാർ അവരെ കാണുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മത്സ്യം കൊണ്ടുപോകുന്നത് കാണുന്നത് വളരെ നല്ലതാണ്. അതുപോലെ പരപുരുഷ ബന്ധമുള്ള സ്ത്രീയെ കാണുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ, നീചമായിട്ടുള്ള സ്ത്രീകൾ എന്നൊക്കെ നമ്മൾ പറയും, എങ്കിൽ പോലും അവരെ കാണുന്നത് വളരെ ഉത്തമമായ ഒരു ഫലം ചെയ്യപ്പെടും. അതുപോലെ കൊടിയും ജാഥയും കാണുന്നത് വളരെ നല്ലതാണ്. നല്ല വാഹനങ്ങൾ, പുതിയ വാഹനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വരുന്നത് വളരെ നല്ല ഫലമാണ്. അതുപോലെ വേദമന്ത്രം കേൾക്കുന്നത് വളരെ നല്ലതാണ്. ആരാധന, പ്രാർത്ഥനകൾ കേൾക്കുന്നത് വളരെ നല്ല ഫലമാണ്. അതുപോലെ കയറിട്ട പശുവിനെ കാണുന്നത് വളരെ നല്ലതാണ്. ഈ പശുവിന്റെ പുറഭാഗമാണ് ഉത്തമമായ ഫലം എങ്കിൽ പോലും കയറിട്ട പശുവിനെ കാണുന്നത് അത് ഏത് ഭാഗം എന്നുള്ളതല്ല. അങ്ങനെ ഒരു പശുവിനെ കണ്ടാൽ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ, മംഗളകരമായ കർമ്മങ്ങൾ നടക്കും. ഈശ്വരാധീന യോഗഫലം ഉള്ള ഒരു നിമിത്തം തന്നെയാണ്. അതുപോലെ കാള, സ്വർണം, കണ്ണാടി ഇവയൊക്കെ കാണുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ബ്രാഹ്മണരെ, പ്രത്യേകിച്ച് 2 ബ്രാഹ്മണരെ ഒന്നിച്ച് കാണുന്നതാണ് വളരെ നല്ലത്. ബ്രാഹ്മണരെ കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല, 2 ബ്രാഹ്മണരെ ഒന്നിച്ച് കാണുന്നത് വളരെ നല്ലതാണ്. മന്ത്രി വാഹനം കാണുന്നത് വളരെ നല്ലതാണ്. മന്ത്രിയെ കാണുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച്